സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 10 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. റോഷിപാൽ ചേരും വിശദാംശങ്ങളുമായി. റോഷിപാൽ, സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാവുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്, ഒപ്പം തന്നെ 10 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് റോഷിപാൽ? സംസ്ഥാനത്ത് അടുത്ത 3 ദിവസത്തേക്ക് ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്നലത്തേതിന് സമാനമായി തന്നെ ഇന്ന് എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. മറ്റ് ജില്ലകളിലൊക്കെ മഴ മുന്നറിയിപ്പുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ തലസ്ഥാനത്തടക്കം ശക്തമായ മഴ, ഏതാണ്ട് വൈകിട്ട് തുടങ്ങിയ മഴ ഇന്ന് പുലർച്ചെ വരെ തുടർന്നിരുന്നു. ഇപ്പോൾ തലസ്ഥാനത്ത് തെളിഞ്ഞ അന്തരീക്ഷമാണ്. എങ്കിൽ പോലും മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അടുത്ത 3 മണിക്കൂറിൽ മഴ 3 ജില്ലകളിലടക്കം തിരുവനന്തപുരം അടക്കമുള്ള 3 ജില്ലകളിൽ ഉണ്ടാകുമെന്നും ശക്തമായ കാറ്റുണ്ടാകുമെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം പറയുന്നത്. മൺസൂൺ അതിൻ്റെ അവസാന സമയമാണ്. അത് കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ന്യൂനമർദ്ദം രൂപപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മഴ ശക്തമാകുന്നത് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ടും 10 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളത്. റോഷിപാൽ, ഇതിപ്പോൾ നമുക്കറിയാം വലിയ ഒരു ദുരന്തമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഘട്ടമാണ്. നമ്മൾ അതിനെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഈ മുന്നറിയിപ്പുകൾ നൽകുന്നതിലൊക്കെ നമുക്ക് മുൻപ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ ഉടലെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കനത്ത മഴയ്ക്കൊപ്പം മറ്റ് ഉരുൾപൊട്ടൽ അടക്കമുള്ള ഒരു സാധ്യത അടക്കമുള്ള മുന്നറിയിപ്പുകൾ എന്തെങ്കിലും ഇതുവരെ അത്തരം മുന്നറിയിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ? മലയോര മേഖലയിലുള്ളവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം തന്നെ മഴ മുന്നറിയിപ്പിനൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാരണം മലയോര മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ തുടർച്ചയായി. ഇപ്പോൾ ഈ കഴിഞ്ഞ നാളെ വരെയുള്ള 3 ദിവസങ്ങളിൽ ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര ജില്ലകളിലാണ് ഏറ്റവും ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പുള്ളത്. മാത്രവുമല്ല, മറ്റു ദിവസങ്ങളിലും മഴ ഉണ്ടാകുമ്പോൾ അത് മലയോര മേഖലകളിലാണ് കൂടുതലായും ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി പ്രത്യേകിച്ച് വയനാട്, ഈ മുണ്ടകൈ അടക്കം ഉരുൾപൊട്ടലുണ്ടായ പശ്ചാത്തലം, അതിശക്തമായ മഴ തുടർച്ചയായി പെയ്തതാണ് ഇത്തരം ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതിന് കാരണമെന്ന് പ്രാഥമികമായി വിലയിരുത്തൽ ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ കൂടി ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ്, അത് ഓരോ ജില്ലകളിലെയും മലയോര മേഖലകൾ, അതിനൊപ്പം തന്നെ ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലോടുകൂടിയുള്ള മഴയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പായി നൽകുന്നത്. സംസ്ഥാനത്ത് ഏതാണ്ട് എല്ലാ ജില്ലകളിലും കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മഴ മുന്നറിയിപ്പ് നിലവിലുണ്ട്. ഇന്നും ഒപ്പം തന്നെ നാളെയും സമാനമായി തന്നെ മിക്ക ജില്ലകളിലും യെല്ലോ അലേർട്ട് ഉണ്ട്. ഇനി അടുത്ത കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ് വരണം. ഏതാണ്ട് 7 മണി കഴിയുമ്പോഴേക്കും അടുത്ത മുന്നറിയിപ്പ് വരും. നിലവിലത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് 2 ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലേർട്ട്, മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലവിലുണ്ട്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.